ഒരു സിനിമാ നടൻ പലപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ അയാളുടെ കരിയർ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് കൊണ്ട് അയാളുടെ വ്യക്തിജീവിതം, പെരുമാറ്റം, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, വസ്ത്രധാരണം ഇതൊക്കെ മാറുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മാമുക്കോയൊക്കെ ഞാൻ കാണുന്ന കാലത്ത്, ഞാൻ കാണുമ്പോൾ അദ്ദേഹം വലിയ സ്റ്റാറാണ്, എന്ന് വെച്ചാൽ വലിയ നടനാണ്. അതിനുശേഷം അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരു സാധാരണക്കാരനായി നിലനിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എന്തായിരിക്കും? നിങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. അല്ല, ഞാനും ശരിക്കും അദ്ദേഹത്തെ ആദ്യം കാണുന്ന ഈ ഭാഗ്യവാൻ എന്നുള്ള സിനിമയാണ്. അതിലാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കണ്ടിട്ടുള്ള, സിനിമയിൽ ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരുപാട് റോളുകളൊക്കെ ചെയ്ത് വലിയ താരമാണെന്ന് അദ്ദേഹം. പക്ഷെ നമ്മളോടൊക്കെ ഒരു വളരെ തുടക്കക്കാരനായ എന്നോടൊക്കെ അന്ന് വളരെ സൗമ്യമായിട്ടും വളരെ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, അതൊരു സാധാരണ മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും അത് പറയുന്ന കാര്യമാണ്. നമുക്ക് കാര്യം അദ്ദേഹം ഒരു ജീവിത അനുഭവങ്ങളുടെ ഒരു കരുത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, അദ്ദേഹം ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. മരത്തിൻ്റെ അളവുകൾ എടുക്കുകയും ഈ കല്ലായിപ്പുഴയിൽ ഇങ്ങനെ വരുന്ന മരങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മരത്തിൻ്റെ കൃത്യമായ മർമ്മമറിയുന്ന ആ മനുഷ്യനാണ്. നർമ്മത്തിൻ്റെ മർമ്മമറിയുന്ന ഒരു ശരിക്കും നമ്മളെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മാമുക്കോയ. അതും ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഈ കല്ലായിപ്പുഴയിൽ വരുന്നു, തടിയുടെ അളവെടുക്കുന്ന ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്ന രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ബന്ധം വലിയ അത്ഭുതമാണ്. അല്ല, അത് അതിലേക്ക് വരാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് എന്നുള്ള രീതിയിലാണ് ഷെറിഡ് ഇപ്പോൾ അവതരിപ്പിച്ചത്. കാര്യം അത് ഈ സിനിമയുടെ ഒരു താരപരിവേഷമൊക്കെ വരുമ്പോഴും അതിലൊന്നും ഒട്ടും അഭിരമിക്കാത്ത, പണത്തിലും പ്രശസ്തിയിലും ഒന്നും ഒട്ടും അഭിരമിക്കാത്ത, എപ്പോഴും ഒരു തനി നാട്ടും പുറത്തുകാരൻ, ഒരു കോഴിക്കോടിൻ്റെ എല്ലാ ഒരു സൗന്ദര്യവും, അതിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു തനതായ സംഗീതം, നാടകം, ഫുട്ബോള്, കോഴിക്കോടിൻ്റെ സാഹിത്യം, ഇങ്ങനെ എല്ലാ കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക്. അദ്ദേഹം കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ഒരുപാട് മനുഷ്യർ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം, ലോകം മുഴുവൻ സഞ്ചരിച്ചത് നേടിയ അറിവുകളിങ്ങനെ ഹൃദയത്തിൽ, ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന SK പൊറ്റക്കാട്, അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം. അതുപോലെ ബാബുരാജ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം